പക്ഷെ മലയാളി എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ മീഡിയ കൊണ്ട് എന്തെങ്കിലും മികവ് പറയല്ല, മറിച്ച് മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യത്തെ പരിഹസിക്കാൻ സില്ലി ആയിട്ട് അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കളയാം എന്നാരും വിചാരിക്കരുത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന മനുഷ്യരെ കെട്ടിയാനയിക്കുന്ന പരിപാടിക്ക് വോട്ട് കിട്ടില്ല കൂട്ടരെ എന്ന് നിങ്ങൾ ഓർക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ പറയുന്ന ഈ അവസാനം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുണ്ടല്ലോ, ആ വിവാദങ്ങൾ സ്വാഭാവികമായും സ്വാധീനിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അന്തസ്സിന് മേലെ നിങ്ങൾ ഏതെങ്കിലും നിലയ്ക്കുള്ള ഇടപെടൽ നടത്തിയിട്ട് അതെല്ലാം രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയരുത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.25 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതു വഴിക്ക് കിട്ടിയതാണെന്ന് അറിയാനുള്ള ബാധ്യത, അർഹത ഈ മലയാളിക്കുണ്ട്. ഇതൊക്കെ ഓർക്കാതെ നിങ്ങൾക്ക് ഇതിന് മേലെ കൂടി പോയി കളയാം. ശരിയാണ്, സർക്കാർ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. സർക്കാർ കിഫ്ബി പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ക്ഷേമ പെൻഷനുകൾ കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനപ്പുറം മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് മേൽ, മലയാളിയുടെ രാഷ്ട്രീയ അന്തസ്സിന് മേൽ ഏതു നിലയ്ക്കുമുള്ള മാനിപ്പുലേഷൻസ് സാധ്യമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള തിരിച്ചടി കൂടിയാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറയൂ, ഇടതുപക്ഷത്തിന്റെ മാത്രം രാഷ്ട്രീയം പറയൂ. നിങ്ങൾ വേറെ കളികൾ കളിക്കാൻ പോയാൽ കെ സുരേന്ദ്രൻ ചിരിക്കും. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പ് ഞങ്ങളിതാ ക്ഷേമ പെൻഷൻ ഉയർത്തുന്നു കേട്ടോ, 10,000-2,000 കയ്യിൽ കിട്ടുമ്പോൾ ഈ 9.5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് വോട്ടർമാർ മറന്നു പോവും എന്നുള്ളൊരു അമിത ആത്മവിശ്വാസമുണ്ടല്ലോ. ആ അമിത ആത്മവിശ്വാസമാകുന്ന ബലൂണിൽ സൂചി വെച്ച് കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ വോട്ടർമാർ. മലപ്പുറത്തെ പോലീസ് സ്വർണം പൊട്ടിക്കുന്നു എന്ന കാര്യം പറഞ്ഞയാളെ കള്ളക്കടത്തുകാരാ എന്ന് വിളിച്ചാൽ തീർന്നു പോകുന്നതല്ല കേരളത്തിന്റെ പ്രശ്നം. 31-1 ഒരൊറ്റ ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. അതും ഇപ്പൊ ബാക്കിയുണ്ടോ എന്ന കാര്യം ഉറപ്പില്ല. അപ്പൊ എല്ലാത്തിനും പിന്നിൽ ഈ തീവ്രവർഗീയത. ഒരു അനൗൺസ്മെന്റ് വാഹനം അജിൽസ് പ്രത്യേകം ഓർക്കണം. അതായത് ഈ UDF-കാർ അവർ മുസ്ലിം ലീഗിനെ, അവർ SDPI-യെ, ജമാഅത്തെ ഇസ്ലാമിയെ, ലഷ്കർ-എ-ത്വയ്ബയെ, ഹിസ്ബുൾ മുജാഹിദിനെ ഒക്കെ പോറ്റി വളർത്തുന്ന പാർട്ടിയും മുന്നണിയുമാണ് എന്ന് നാടാകെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന കണ്ടു. പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന അതിനോട് യോജിച്ചു നിന്നു എന്ന വ്യാജം പലകുറി പ്രസംഗിക്കുന്ന കണ്ടു. ഈ വക അപകടകരമായ രാഷ്ട്രീയത്തിന് അടിത്തറ കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസം മലയാളിക്കുണ്ടാവേണ്ട ദിവസമാണിന്ന്. മലയാളിയെ തീവ്രവർഗീയതയുടെ നിലയില്ലാക്കയത്തിൽ മുക്കാമെന്ന് വിചാരിച്ചവർ ജയിച്ചില്ലല്ലോ എന്ന് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യർ ഒരുപക്ഷെ ആശ്വസിക്കുന്ന ദിവസമായിരിക്കും ഈ ദിവസം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഫെയർ പൊളിറ്റിക്സ് എടുക്കൂ എന്ന ഉപദേശം മലയാളി എല്ലാവർക്കും കൊടുക്കുന്ന ദിവസമാണ് ഈ ദിവസം. ശരി, എല്ലായിടത്തും UDF തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചുവരവിന്റെ ശോഭ കെടുത്തുന്ന ഒരു കാര്യം കോഴിക്കോട് കോർപ്പറേഷനിലാണുള്ളത്. അസ്ലം ചേരുന്നു. അസ്ലം, എന്താണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സംഭവിച്ചത്? കോർപ്പറേഷനിൽ ഇപ്പോൾ ടൈറ്റ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫലങ്ങൾ കൂടി വരുന്നുണ്ട്. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലം TP രാമകൃഷ്ണൻ പ്രദാനം ചെയ്ത പേരാമ്പ്ര മണ്ഡലത്തിൽ ഷാഫിപ്പറമ്പിലെ അല്ലെങ്കിൽ മർദ്ദനമേറ്റ സ്ഥലത്ത് 3 പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, പേരാമ്പ്ര പഞ്ചായത്ത് 20 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഭരിച്ചിരുന്ന പേരാമ്പ്ര പഞ്ചായത്ത് UDF പിടിച്ചെടുത്തിരിക്കുന്നു. ചെറുവണ്ണൂർ പഞ്ചായത്ത് 15 വർഷത്തിലധികം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ TP രാമകൃഷ്ണൻ സ്വന്തം പഞ്ചായത്ത് നൊച്ചാട്, അവിടെ ഒരൊറ്റ UDF മെമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 6 വാർഡുകൾ UDF പിടിച്ചെടുത്തു. ഇന്ന് മാത്രമല്ല, ഷാഫി പറമ്പിലൂടെ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആദ്യ വിദ്വേഷ പ്രചരണം വിട്ട PK അജീഷ് എന്ന് പറയുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച CK അജീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് LDF-ൽ നിന്ന് വന്ന് പിന്നീട് UDF-ലേക്ക് വന്ന CK അജീഷ് അതും നൊച്ചാട് പഞ്ചായത്തിൽ ജയിച്ചിരിക്കുന്നു. പേരാമ്പ്ര മണ്ഡലത്തിൽ വലിയ ചെറുവണ്ണൂര്, അതുപോലെ തന്നെ പേരാമ്പ്ര, ചക്കിട്ടപ്പാറ LDF-ന്റെ സ്ഥിരം മണ്ഡലങ്ങളായ 3 പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. പേരാമ്പ്രയിൽ ആഞ്ഞു വീശിയിരിക്കുന്നു UDF തരംഗം. അതിൽ ഷാഫി ഫാക്ടർ ഒരു പ്രധാന ഘടകമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഇതോടൊപ്പം പറഞ്ഞു വെക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നു. 2020 എന്ത് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കിയതെന്നുള്ളതാണ്. കാരണം 2020 എന്തോ ചെയ്യും, 2020 സ്പോയിലർ ആവും, 2020 UDF-നെ തോൽപ്പിക്കുമെന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. ലിഡിയ, 2020 മത്സരിച്ചിടങ്ങളിലൊക്കെ വിധി എന്താണ്? 2020 ഭരണം നിലനിർത്തിയിരുന്ന, അതായത് ഭരിച്ചിരുന്ന എല്ലാ പഞ്ചായത്തുകളിലും അത് UDF തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഐക്യനാട് ഒഴിച്ചുള്ള ബാക്കി കുന്നത്തുനാട്, മഴുവന്നൂർ, കിഴക്കമ്പലം പഞ്ചായത്തുകളിൽ UDF-ന് വലിയ മുന്നേറ്റമുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഐക്യനാട് പഞ്ചായത്തിൽ 2020 വിജയിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും 2020 വിജയിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് കിഴക്കമ്പലം, കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകളിൽ അത് UDF തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.
പ്രത്യേകിച്ച് മഴുവന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴുവന്നൂരിൽ 9 സീറ്റിലാണ് UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 2026 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം LDF 5 സീറ്റ്, NDA 1 എന്നിങ്ങനെയാണ് മഴുവന്നൂരിലെ സീറ്റ് നില. മാത്രമല്ല കിഴക്കമ്പലത്ത് 2020 പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മിനി VC പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2020 വലിയ ശക്തിയുള്ള വലിയ ഉറപ്പുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കിഴക്കമ്പലം. കിഴക്കമ്പലത്തെ സാഹചര്യം UDFന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ആണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഫലം പ്രഖ്യാപിച്ച 9 വാർഡുകളിൽ കിഴക്കമ്പലത്ത് ഫലം പ്രഖ്യാപിച്ച 9 വാർഡുകളിൽ 6ലും UDF വിജയിച്ചിരിക്കുന്നു. അതിൽ 3ൽ മാത്രമാണ് 2020 വിജയിച്ചത്. ബാക്കിയുള്ള സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് നിലവിൽ ഉള്ള ഒരു ലീഡ് നില എന്ന് പറയുന്നത്. കുന്നത്തുനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു എഫക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണോ ലിഡിയ? ശരി, ആലപ്പുഴയിൽ